അവിടെങ്ങും കണ്ടില്ല. ദേവദേവനന്ദനനെ അവിടെങ്ങും കണ്ടില്ല. നീതി
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 വർഷത്തിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകാൽ ഇന്നാളുകളിൽ സമാധാന അന്തരീക്ഷത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത ലോകത്തോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി ഒരു ദൈവശബ്ദം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ആരംഭിക്കുന്നത് എന്ന് സത്യവേദ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സകല സൃഷ്ടികളുടെയും സമഗ്രമായ വീണ്ടെടുപ്പ് സാധ്യമാക്കുവാനായി ദൈവപുത്രൻ മണ്ണിൽ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ദിനം ഓർക്കുന്നതാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ ഇന്ന് നാം അനുഭവിക്കുന്ന സത്യം. ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രിസ്തു വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കേന്ദ്ര ദിനമായ ക്രിസ്മസ് ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു എന്നതിൽ നിസ്തർക്കമായ ഒരു വസ്തുതയാണ് എന്നോർപ്പിക്കട്ടെ. കൂടാതെ ക്രിസ്മസ് ഒരു സമാധാനത്തിൻ്റെ മഹോത്സവമാണ്. ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിയ വചനത്തിലൂടെ മണ്ണിൽ സമാധാനം, പീസ് ഓൺ എർത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങും സമാധാനമില്ലാത്ത ഒരസ്വസ്ഥത നിലനിൽക്കുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. യുദ്ധം മൂലമുള്ള കെടുതികളും ഒരു വലിയ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ എവിടെയും എങ്ങും സമാധാനത്തിൻ്റെ കരിനിഴൽ ആണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുമാത്രവുമല്ല, ഈ ആണവ ഭീഷണിയും കള്ളക്കടലും ഒക്കെ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ലോകത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും ഇളകിമറിയുമോ എന്ന ആശങ്കയിലും ഭീതിയിലുമായിരിക്കുന്നു ജനസമൂഹം. ഇത്തരം അത്യന്താധുനികതകൾ നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം എന്ന പദത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ വിഷയത്തെ ആസ്പദമാക്കി പീസ് ഓൺ എർത്ത്, ഭൂമിയിൽ സമാധാനം, എന്താണ് സമാധാനം എന്ന് നമുക്ക് നോക്കാം. സംഘർഷവും യുദ്ധവും ഇല്ലാതെ ക്രമസമാധാന നില അഭംഗുരം കാത്തുസൂക്ഷിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് സമാധാനം എന്ന് ഒരു കാലത്ത് ജനങ്ങൾ ചിന്തിച്ചിരുന്നു. ഈ ചിന്തയ്ക്ക് ഇന്ന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ, അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്തിൽ, സംഘർഷവും യുദ്ധവുമില്ലാത്ത ഒരു നിശ്ചലമായ അവസ്ഥയല്ല സമാധാനം. ആസ് എ പിൻ ഡ്രോപ്പ് സൈലൻസ് അല്ല സമാധാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്താണ് സമാധാനം? ഒറ്റ വാക്കിൽ സമാധാനം എന്ന പദത്തിന് ഒരു നിർവചനം കണ്ടെത്താൻ കഴിയില്ല. സമാധാനത്തെക്കുറിച്ച് ഗാഢമായ പഠനം നടത്തിയാലേ എന്താണ് സമാധാനം എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയൂ. സമാധാനം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഇതാ, ശ്രദ്ധയോടെ ശ്രവിച്ചാലും. സാമൂഹിക സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള ആധുനിക മനുഷ്യൻ്റെ പ്രയാണം, സബലീകരിക്കപ്പെടുന്ന നീതിയിലധിഷ്ഠിതമായ ബന്ധങ്ങൾ, വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും ഭരിക്കുന്ന ചലനാത്മകമായ ഒരാഗോള പ്രതിഭാസമാണ് സമാധാനം. വളരെ ആഴമായ ഒരു ചിന്തയാണ്. സമാധാനം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ സമാധാനത്തോടെ ക്രിസ്മസ് ആചരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങും ഇങ്ങും എങ്ങും സമാധാനമില്ലാത്ത അവസ്ഥ. എങ്ങനെ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയും? സത്യവേദ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാധാനം എന്ന പദത്തിന് മൂലഭാഷയിൽ 2 പദങ്ങളാണ് ഉപയോഗിച്ച് കാണുന്നത്. അതിപ്രകാരം എബ്രായ ഭാഷയിൽ ഷാലോം എന്നും ഗ്രീക്ക് ഭാഷയിൽ ഐറീൻ എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തമായ അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഷാലോം എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ കാണുമ്പോൾ ഭാവാത്മകവും ആഴവുമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വേദപുസ്തകപരമായി തന്നെ ചിന്തിക്കട്ടെ. ആഴമായ അർത്ഥം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭിന്നതകൾ
ശിഥിലീകരണത്തിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മാനവ സമൂഹത്തെക്കുറിച്ച് ദൈവം അഭിലഷിക്കുന്ന ചില സത്യങ്ങൾ ചുവടെ ചേർക്കുന്നു. സമഗ്രമായ ക്ഷേമം, നന്മ, ആരോഗ്യം, സ്നേഹവും സമൃദ്ധിയും അന്യോന്യമുള്ള കരുതലും വീണ്ടെടുപ്പും അനുരഞ്ജനവും ഇവയുടെ ഒത്തുചേരലാണ് ഷാലോം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പദത്തിൽ ഷാലോം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ സമന്വയമാണ് ഷാലോം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഐറിൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ ശാന്തമായ, കലക്കമില്ലാത്ത ഒരു നിശ്ചലമായ അവസ്ഥയിലൂടെയാണ് സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഷാലോം എന്ന പദത്തെ ഒരു അഭിവാദന പദമായി വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ സമാധാനത്തോടെ പോക എന്ന് യേശു അവിടെ പറയുന്നത് കാണാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു അഭിവാദന പദമായി യേശു ഈ സമാധാനം എന്ന പദത്തെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം സാക്ഷിയാണ്. നീതി എവിടെ നിഷേധിക്കുന്നുവോ അവിടെ സമാധാനമില്ലാതാകുന്നു. നീതിയില്ലാത്തടുത്ത് സമാധാനവുമില്ല. അതുതന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയും. എല്ലാവരും, ഈ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരെയും ഞാനൊരു മത്സര രംഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ കലാകാരന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു മത്സരവേദി, ചിത്രരചന മത്സരം നടക്കുന്ന ഒരു വേദി, 100 കണക്കിന് ചിത്രരചന ആളുകൾ അവിടെ മത്സരത്തിൽ പങ്കുകൊള്ളുകയാണ്. അവർ ചിത്രരചനയ്ക്കായി നൽകിയ വിഷയം സമാധാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിത്രം നിർമ്മിക്കുവാനായിട്ട് അവകാശം കൊടുത്തു. തങ്ങളുടെ മനോമുകുരത്തിൽ തെളിയുന്ന ഭാവങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് അവർ പകർത്തി. അവരാൽ ആവോളം അധ്വാനിച്ചു. പൂർണ്ണതയുള്ള സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ അവരാഗ്രഹിച്ചു. ഈ ചിത്രനിർമ്മാണങ്ങളെല്ലാം വിധികർത്താക്കളുടെ കരങ്ങളിലെത്തി. വിധികർത്താക്കൾ അതിലേറ്റവും 1-ാം സ്ഥാനം കണ്ട ഒരു ചിത്രത്തെ തിരഞ്ഞെടുത്തു. ആ ചിത്രം വളരെ വിചിത്രമായ ഒരു ചിത്രമായിരുന്നു. സമാധാനം എന്ന വിഷയത്തെക്കുറിച്ച് ആ ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തിയത്. ആ ചിത്രത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു അടിക്കുറിപ്പ് എഴുതി, യഥാർത്ഥ സമാധാനം ഇതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു, പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്തോടുകൂടിയ സമാധാനം ഇതാണ് എന്ന് അദ്ദേഹം അടിക്കുറിപ്പിൽ എഴുതി. ആ ചിത്രത്തിൻ്റെ സാരാംശം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയണം. തികച്ചും തിരമാലകളാൽ ഇരമ്പി മറിയുന്ന കടൽക്കരയിൽ ആടി ഉലയുന്ന ഒരു വൻവൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ എല്ലാ ശിഖരങ്ങളും ഈ കാറ്റിനാൽ ആടി ഉലയുകയാണ്. അതിലെ ഒരു ചില്ലയിൽ വർണ്ണമനോഹരമായ ഒരു കിളി ശാന്തമായിരുന്നു കൊണ്ട് ശുദ്ധിമധുരമായി പാടുന്നതാണ് ആ ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിലോട്ട് പകർത്തിയത്. അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെ എഴുതി, യഥാർത്ഥ സമാധാനം പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്തോടുകൂടിയ സമാധാനമാണ്. ഈ സമാധാനമാണ് ദൈവം നമുക്ക് ദാനമായി നൽകുന്നത്. ആ സമാധാനം ഈ നാളുകളിൽ ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കെന്ത് ചെയ്യാം? കാലത്തിനൊത്തൊഴുകാതെ നാം വിശ്വസിക്കുന്ന പ്രത്യാശയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് കർത്താവായ യേശുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന സമാധാനമല്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ആ സമാധാനം കാംക്ഷിച്ചുകൊണ്ട് ഈ 2024 വർഷത്തിലെ ക്രിസ്മസ് സമാധാനപൂർവ്വം ആഘോഷിക്കുവാൻ ദൈവം എല്ലാ കൃപകളും നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ നാളുകളിലെ ഉത്സവത്തിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരും ഒരു പീസ്ഫുൾ ക്രിസ്മസായി ആഘോഷിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.